ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെറും 10 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റവ വെച്ചിട്ടുള്ളൊരു സ്വീറ്റാണ്. നമുക്കിതൊരു 3-4 ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു റവ ബൈറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ചേർത്തിട്ട് 2 ഏലക്കയുടെ കുരു മാത്രം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനൊരു 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര അളവിനാണോ റവ എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിന് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ നമ്മളിത് കലക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോളും. റവ നന്നായിട്ടൊന്ന് സോഫ്റ്റായി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടേണ്ടത്. ഈ ഒരു പരുവത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരല്പം കൂടെ ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് ആക്കി എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുള്ളൊരു പരുവത്തിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു റവ ബൈറ്റ്സിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു പരുവത്തിലായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. നമ്മളിതിലേക്ക് സോഡാപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ബൈറ്റ്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്ക് കുറേശ്ശെയായിട്ട് മാവ് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ കൈ വെച്ചിട്ടാണ് മാവ് കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കയ്യിലൊരല്പം വെള്ളം നനച്ചതിന് ശേഷം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള മാവൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ റവ ബൈറ്റ്സും ഒരുപോലെ വെന്ത് ഒരുപോലെ ഒന്ന് കളറായിട്ട് കിട്ടും. നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരേക്കും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ റവ ബൈറ്റ്സ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു 3-4 ദിവസം വരേക്കും ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.